എൻ്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് വയനാട്ടിൽ സമാപിക്കും. നാളെ വൈകുന്നേരം 6-ന് നടക്കുന്ന സമാപന സമ്മേളനം വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഒരാഴ്ച നീണ്ടുനിന്ന സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ ഭരണകൂടവും ഇൻഫർമേഷൻസ് പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായി നടത്തിയ മേളയിലേക്ക് നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. കൽപ്പറ്റ SKMJ ഹൈസ്കൂൾ മൈതാനത്ത് നടക്കുന്ന മേളയിൽ വിവിധ വകുപ്പുകളുടെ 100ഓളം സ്റ്റാളുകളാണ് ഒരുക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാനം കൈവരിച്ച മികവുകളും നേട്ടങ്ങളുമെല്ലാം പ്രദർശനമേളയിൽ വിഷയങ്ങളായി. കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തമായ ചുരൽമല മുണ്ടക്കൈ ദുരന്തമടക്കം മേളയിൽ പ്രദർശിപ്പിച്ചു. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളും മേളയ്ക്ക് മാറ്റുകൂട്ടി. വലിയ പങ്കാളിത്തമാണ് മേളയ്ക്കുണ്ടായതെന്നും മികച്ച സേവനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞെന്നും PRD ഓഫീസർ P റഷീദ് ബാബു പറഞ്ഞു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ പ്രധാന പവലിയനും അതുപോലെ ടൂറിസം വകുപ്പിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഒക്കെ പ്രധാന സ്റ്റാളുകളും ആകർഷണീയ കേന്ദ്രമായിരുന്നു. അതുപോലെ ബെയിലി പാലത്തിന്റെ ഒരു മാതൃക ജില്ലാ ഭരണകൂടം പ്രദർശന ഹാളിന്റെ മുൻവശത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുന്നതിന് വലിയൊരു ജനാവലി തന്നെയാണ് ഈ 7 ദിവസങ്ങളിലായിട്ട് വന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ഈ മേള ഒരുക്കിയിട്ടുള്ളത്. ഓരോ ദിവസവും വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറിയിട്ടുണ്ട്. ഈ കലാപരിപാടികൾ കാണുന്നതിനും അതുപോലെ സെമിനാറുകളിൽ പങ്കെടുക്കുന്നതിനുമൊക്കെയായി വളരെയധികം ആളുകൾ വയനാട് SKMJ സ്കൂളിൽ എത്തിച്ചേർന്നു എന്നത് സന്തോഷകരമാണ്. ടീം സ്റ്റാളുകൾ, വിപണന സ്റ്റാളുകൾ, ഭക്ഷ്യമേള എന്നിവയെല്ലാം പ്രദർശനമേളയിൽ സ്ഥാനം പിടിച്ചു. അഗ്നിശമന സേന, പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് തുടങ്ങിയ സ്റ്റാളുകൾ ജനങ്ങൾക്ക് പുതിയ അറിവ് പകർന്നു. എല്ലാ വിഭാഗം ആളുകളെയും ആകർഷിച്ച കലാപരിപാടികൾ, സമകാലിക വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സെമിനാറുകൾ എന്നിവ മേളയുടെ ഭാഗമായി. കുട്ടികൾക്കായുള്ള കളിസ്ഥലവും മിനി തിയേറ്ററും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനമേള ഉപകാരപ്രദമായെന്നും കൂടുതൽ അറിവുകൾ ലഭിച്ചെന്നും ജനങ്ങൾ പ്രതികരിച്ചു. നല്ല പരിപാടിയായിരുന്നു. ഞങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ നല്ല പരിപാടി, പല വകുപ്പുകളുള്ളതുകൊണ്ട് തന്നെ അതിന്റെ പല ഇൻഫോർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറെ ഫുഡ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം നല്ലതായിട്ട് തോന്നി. മികച്ച പരിപാടിയാണ്. നമ്മുടെ സ്റ്റാള് തൃക്കേപ്പറ്റുള്ള സൊസൈറ്റിയുടെയാണ്. ഞങ്ങൾ വനവിഭവങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ അവിടുത്തെ സാധനങ്ങൾ ട്രൈബൽ സൊസൈറ്റിയാണ്. അവർ കളക്ട് ചെയ്യുന്ന കുറേ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ കാണിക്കുക. ജനങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായതുകൊണ്ട് എല്ലാവരും വാങ്ങുന്നുണ്ട്. നല്ല പ്രതികരണമാണ്. ഏപ്രിൽ 22-ന് നടന്ന മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗത്തിൽ 1000-ഓളം പേരാണ് പങ്കെടുത്തത്. കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട്, കാലിക പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത സെമിനാറുകൾ, പ്രമുഖ ബാൻഡുകളുടെ കലാപരിപാടികളും മേളയ്ക്ക് മാറ്റേകി. ഇന്ന് വൈകുന്നേരം സിനിമാ നടി കൃഷ്ണപ്രഭയുടെ സംഗീത വിരുന്നോടെയാണ് പരിപാടികൾക്ക് സമാപനം കുറിക്കുക. ജനം, വയനാട്.